മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ തഹാവൂർ റാണ എന്ന 64-കാരൻ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇന്നലെയാണ് പാകിസ്ഥാൻ വംശജനായ തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചത്. രാത്രി 10:30 പട്യാല ഹൌസ് കോടതിയിൽ ഇയാളെ ഹാജരാക്കിയിട്ടുണ്ട്. പ്രത്യേക NIA ജഡ്ജി ചന്ദേർജിത് സിംഗ് ആണ് തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടത്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അമേരിക്കൻ സുപ്രീം കോടതികളിൽ കയറി ഇറങ്ങി വൻ അഭിഭാഷകർ രക്ഷയില്ലാതായിപ്പോയി. ഇനി എന്ത് ചെയ്യും? കളത്തിലിറങ്ങിയത് നരേന്ദ്രമോദിയാണ്. രക്ഷയില്ല. കാരണം നരേന്ദ്രമോദി പൂട്ടേണ്ടതുപോലെ പൂട്ടി. അമങ്ങി ഇരുന്നിട്ട് പണി പറ്റിക്കൽ നരേന്ദ്രമോദിയുടെ ഒരു രീതിയാണ്. യാതൊരു വിധമായ ഗീർവാണവുമില്ല, വെല്ലുവിളികളുമില്ല, മുദ്രാവാക്യങ്ങളുമില്ല, ഒന്നുമില്ല. ഞാനത് ചെയ്തേ എന്ന് കരഘോഷം മുഴക്കാറുമില്ല, ഫാൻസിനെ ഇളക്കി വിടാറുമില്ല. ചെയ്യേണ്ടത് കൃത്യമായി രാജ്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തി അങ്ങോട്ട് ചെയ്യും. അത്ര തന്നെ. അതിന്റെ റിസൾട്ട് ലഭിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കുമായിരിക്കും. ഭീകരവാദത്തെ ഇല്ലാതാക്കണം, ഭീകരവാദികളെ ഇല്ലാതാക്കണം, തീവ്രവാദത്തെ തളയ്ക്കണം, തീവ്രവാദികളെ ജയിലിൽ അടയ്ക്കണം. ഇതൊക്കെ നിർണായകമായ നരേന്ദ്രമോദിയുടെ തൂവലില് പൊൻതൂവലായി, അദ്ദേഹത്തിന്റെ കിരീടത്തിൽ പൊൻതൂവലായി അവശേഷിക്കും ഇന്നല്ലെങ്കിൽ നാളെ. രാജകീയമായ ബഹുമതികളോടുകൂടിയാണ് തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. മുംബൈ ഭീകരാക്രമണ കേസിന്റെ പ്രതിയാണ്. ഒക്കെ ശരി തന്നെയാണ്. ചാർട്ടേഡ് ബിസിനസ് ജെറ്റിലാണ് അയാളെ ഇന്ത്യയിൽ എത്തിച്ചത്, അതും അമേരിക്കയിൽ നിന്നുള്ള ജെറ്റ്. ആഡംബരപൂർണമായ ഇന്റീരിയറുകൾക്കും ഉയർന്ന നിലവാരമുള്ള സൗകര്യങ്ങൾക്കും പേരുകേട്ട ഒരു സൂപ്പർ മിഡ് സൈസ് അൾട്രാ ലോങ് റേഞ്ച് ബിസിനസ് ജെറ്റ് ആയിട്ടുള്ള ഗൾഫ് സ്ട്രീം G550 തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടത്തി ഒറ്റ ആക്രമണത്തിൽ 166 പേരെ സ്വർഗത്തിലേക്ക് അയച്ച തഹാവൂർ ഹുസൈൻ റാണയ്ക്കു മതിയോ ബഹുമതി? വിയന്ന ആസ്ഥാനമായിട്ടുള്ള ഒരു ചാർട്ടർ സർവീസിൽ നിന്നാണ് വിമാനം വാടകയ്ക്കെടുത്തത്. 2013 നിർമ്മിച്ച ഗൾഫ് സ്ട്രീം G550 വിമാനത്തിൽ 19 യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാം. ആഡംബരത്തിന് പേരുകേട്ട വിമാനത്തിൽ 9 ദിവാൻ സീറ്റുകളും 6 കിടക്കകളുമാണുള്ളത്. വയർലെസ്, ഇന്റർനെറ്റ്, സാറ്റലൈറ്റ്, ഫോൺ കണക്ടിവിറ്റി എന്നിവയും ഒക്കെ ഇതിനകത്ത് കെങ്കേമം. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് അമേരിക്കൻ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ 2:15 ഇന്ത്യൻ സമയം രാവിലെ 11:45 വിമാനം പുറപ്പെട്ടത്. ആദ്യ റൊമാനിയൻ തലസ്ഥാനമായിട്ടുള്ള ബുക്കാറസ്റ്റിലാണ് ഇറക്കിയത്. ആദ്യം 11 മണിക്കൂറോളം ബുക്കാറസ്റ്റിൽ തുടർന്ന ശേഷമാണ് വിമാനം ഡൽഹി ലക്ഷ്യമാക്കി പറന്നത്. വ്യാഴാഴ്ച രാവിലെ റൊമാനിയ പ്രാദേശിക സമയം 6:15 ഇന്ത്യൻ സമയം രാവിലെ 8:45 പുറപ്പെട്ട വിമാനം കനത്ത സുരക്ഷയോടുകൂടിയാണ് ഡൽഹിയിൽ ഇറങ്ങിയത്. എന്നാൽ തഹാവൂർ റാണയെ NIA കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. പട്യാല ഹൌസ് കോടതി പ്രത്യേക NIA ജഡ്ജി ചന്ദർജിത് സിംഗിനെ മുന്നിൽ ഹാജരാക്കി റാണയെ 18 ദിവസത്തേക്കാണ് NIA കസ്റ്റഡിയിൽ വിട്ടത്. തുടർന്നാണ് NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. അതീവ സുരക്ഷയിൽ ഇന്നലെ രാത്രി 10:30 റാണയെ കോടതിയിൽ എത്തിച്ചത്. പുലർച്ചെയോടുകൂടിയാണ് കോടതി റാണയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. 20 ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു NIA ആവശ്യപ്പെട്ടതെങ്കിലും കേന്ദ്ര സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നരേന്ദർ മാനിനെ നിയോഗിച്ചിരുന്നു. NIA പ്രതിനിധീകരിച്ച സീനിയർ അഭിഭാഷകനായ ദയാൻ കൃഷ്ണൻ ഹാജരായി. ഡൽഹി സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ പീയൂഷ് സച്ദേവാണ് തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരിൽ ഒരാളായ പാക് US ഭീകരനായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് റാണ. 2008 മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ റാണ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇയാൾ ഇന്ത്യ വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. കോൾമാനുമായി ചേർന്ന് അമേരിക്കയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതിനിടയിലാണ് റാണയെ അമേരിക്ക പൂട്ടിയത്. കേരളം ഭീകരവാദികളുടെ കളിത്തൊട്ടിലായി മാറിയിട്ട് ഏറെ കാലമൊന്നുമായിട്ടില്ല. ശരിക്കു പറഞ്ഞാൽ കേരളത്തിൽ തഹാവൂർ റാണയുടെ ബന്ധം എന്താണ്? കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ തഹാവൂർ ഹുസൈൻ റാണയെ കണ്ടിട്ടുണ്ട്, കൊച്ചിയിലെത്തി എന്നതിന്റെ ഒരുപാട് തെളിവുകളും രേഖകളുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു വാർത്ത കൂടി സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ്. നമ്മൾ കണ്ടതാണ്, തീവ്രവാദികളായ മുസ്ലിം ഭീകരരുടെ ചിത്രങ്ങൾ പതിച്ച ബാനറുകളുമേന്തി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിഷേധ ജാഥകൾ എയർപോർട്ടിൽ കണ്ടില്ലേ? വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രോക്സി സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി നടത്തിയ ജാഥകളിലാണ് മുസ്ലിം ഭീകരർക്ക് വീരോചിതമായ സ്ഥാനം ലഭിച്ചത്.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് അവർക്ക് പോരാളികളാണ്, താലിബാൻ ഇവർക്ക് വിസ്മയമാണ്. ഇന്നലെ മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലാണ് ഈജിപ്തിലെ ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകനായ ഇമാം ഹസനുൽ ബന്നയുടെയും സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഷാദിലി കുത്തുബ് എന്ന സയ്യിദ് കുത്തുബിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച ബോർഡുകൾ ഇവർ തൂക്കിപ്പിടിച്ചു. ഇസ്ലാമിക മത സാഹിത്യം കേന്ദ്രീകരിച്ചിട്ടുള്ള ഭീകര പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഹസനുൽ ബന്നയുടെ രചനകളാണ് ഇന്ന് കാണുന്ന ഇസ്ലാമിക ഭീകരതയുടെ ബൗദ്ധികതയുടെ ആണിക്കല്ല്. പിന്നീട് ഇയാളെ ഈജിപ്തിൽ വെച്ച് അജ്ഞാതർ കൊലപ്പെടുത്തുകയായിരുന്നു. ആ അജ്ഞാതന് കേരളത്തിലേക്ക് സ്വാഗതം അരുളുന്നു. ഒരുപാട് തലകൾ ഇനിയും കേരളത്തിന്റെ മണ്ണിൽ പുരളാനുണ്ട്. ലോകമെങ്ങുമുള്ള ഇസ്ലാമിക തീവ്രവാദം ആളി കത്തിക്കുന്നതിൽ ഇന്ധനമായത് സയ്യിദ് കുത്തുബിന്റെ രചനകളാണ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിച്ച കുറ്റത്തിന് ഈജിപ്തിൽ ഇയാളെ തൂക്കിക്കൊല്ലുകയായിരുന്നു. ഇയാളുടെ ഇളയ സഹോദരനായ മുഹമ്മദ് കുത്തുബ് പിന്നീട് ഒസാമ ബിൻ ലാദന്റെ ഉപദേഷ്ടാവായി മാറി. ഇപ്പോൾ കുത്തുബിസം എന്നറിയപ്പെടുന്ന സയ്യിദ് കുത്തുബിന്റെ വീക്ഷണങ്ങളാണ് ഒസാമ ബിൻ ലാദൻ, റൂഹുൽ ഖൊമേനി തുടങ്ങിയ തീവ്രവാദികളുടെ വിശ്വാസങ്ങളെ സ്വാധീനിച്ചത്. ഇത് തന്നെയുമല്ല, ഇസ്ലാമിക മത സാഹിത്യത്തിന് സയ്യിദ് കുത്തുബ് നൽകിയ വ്യാഖ്യാനങ്ങളാണ് ഐസിസ്, അൽ ഖ്വയ്ദ, താലിബാൻ, ബൊക്കോ ഹറാം, അൽ ഷബാബ്, അൽ സയ്യാഫ് തുടങ്ങിയ ഗ്രൂപ്പുകളെയും അവരുടെ അനുബന്ധ സംഘടനകളെയും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എല്ലാ ജമാഅത്തെ ഇസ്ലാമി ഘടകങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും സയ്യിദ് കുത്തുബിന്റെയും ഹസനുൽ ബന്നയുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ്. എന്നാൽ പൊതുമണ്ഡലത്തിൽ ഈ തീവ്രവാദികളെ അവതരിപ്പിക്കുന്നതിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി എന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിന് എന്ന പേരിലുള്ള പ്രതിഷേധത്തിന്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മൂടുപടം മാറ്റുകയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഭീകര സംഘടനയായ ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസിന്റെയും ഹമാസ് ഭീകരവാദിയായ യഹ്യ സിൻവാറിന്റെയും ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ സമരത്തിലുണ്ടായിരുന്നു. സോളിഡാരിറ്റിയും ഐസിസും ഒപ്പം സംയുക്തമായി വഖഫ് ഭേദഗതി ബില്ലിന് എതിരെ നടത്തിയ പ്രതിഷേധം അതീവ സുരക്ഷാ മേഖലയായ വിമാനത്താവളത്തിന് സമീപത്താണ് നടന്നത്. എങ്ങനെയാണ് ISO ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഇതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്നത്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവ സംഘടനയാണ്. ഐസിസിന്റെ ആശയം എന്താണ്? താലിബാന്റെ ആശയം എന്താണ്? ഹമാസിന്റെ ആശയം എന്താണ്? ഇതേ ആശയം തന്നെയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപടത്തിൽ നമ്മൾ കണ്ടത്. തഹാവൂർ ഹുസൈൻ റാണ ഒരു ചെറിയ മീനല്ല. തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അയാളുടെ ജീവന് വേണ്ടി ഇവർ ഇവിടെ മുറവിളി കൂട്ടുമായിരുന്നു. പുതിയ ഒരു ഹർത്താലോ ഒക്കെ നമുക്ക് കാണാനും സാധിക്കുമായിരുന്നു, സംശയമൊന്നുമില്ല. തഹാവൂർ റാണ അങ്ങനെ ഇന്ത്യയുടെ കസ്റ്റഡിയിലായി. തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറിയത് വലിയ നേട്ടമായി കേന്ദ്ര സർക്കാർ കരുതുന്നു. ഒപ്പം BJPയും ഇത് പുതിയ ഇന്ത്യയാണ്, നരേന്ദ്രമോദിയുടെ കീഴിലുള്ള പുതിയ ഇന്ത്യ ഏത് ഭീകരനെയും തൂക്കിയെടുക്കും എന്ന സന്ദേശമാണ് ഇതുവഴി ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ശരി നരേന്ദ്രമോദിയുടെ ടീമിനെ തൂക്കിയെടുക്കും. അത് US ഇന്ത്യക്ക് കൈമാറിയ തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിലെടുത്തു. 174-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണം, ഇതിന് ഉത്തരവാദികളായ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകിയത് US-ൽ ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ കനേഡിയൻ പൗരനായ തഹാവൂർ റാണ. റാണയെ ഇന്ത്യയിലെത്തിച്ചതിന് തൊട്ടുപിന്നാലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പട്യാല ഹൌസ് കോടതിയിൽ NIA അപേക്ഷ സമർപ്പിച്ചിരുന്നു. മുംബൈ ആക്രമണത്തിന്റെ നരേന്ദ്രമോദിയും BJPയും മാത്രം ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോ പൗരനും അദ്ദേഹത്തിന്റെ ഈ നയതന്ത്ര വിജയത്തിൽ സന്തോഷിക്കുക തന്നെ ചെയ്യും. കാരണം ഇതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ചവരൊന്നും തീവ്രവാദത്തിനെതിരെയോ ഭീകരവാദത്തിനെതിരെയോ ഈ രാജ്യത്തിന് വേണ്ടിയോ ഇറങ്ങിയില്ലല്ലോ എന്ന് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മുതുകിൽ കൂനുള്ളവർക്കേ വേലി നിവരാൻ പാടുള്ളൂ. നരേന്ദ്രമോദിക്ക് അതിന്റെ പ്രശ്നമില്ല, മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയവുമില്ല. തന്നെയുമില്ല, ഇയാളെ ഇനി ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഏറ്റവും മുന്തിയ അഡ്വക്കേറ്റ് വരും, കോടികൾ വാങ്ങുന്ന അഡ്വക്കേറ്റ് വരും. ഗൂഢാലോചനയുണ്ടാകും. കേരളത്തിൽ ഹർത്താൽ നടത്താൻ മാത്രം വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഇനിയും ജോർജ് സോറോസ് സോണിയ ബന്ധത്തിന്റെ ചുരുളുകൾ അഴിയും. എങ്ങനെയാണ് ഈ രാജ്യത്തെ മുൻഗാമികൾ ചതിച്ചത്? എങ്ങനെയാണ് ഇവിടെ പണം ഒഴുകിയെത്തിയത്? തഹാവൂർ റാണയുടെ ഗുരുവായിട്ടുള്ള സയ്യിദ് കസീഫിന്റെ മറ്റൊരു ശിഷ്യനായ മസൂദ് അസർ കേരളത്തിലുണ്ട്. ഇത്തരം ആളുകളെല്ലാം സയ്യിദ് അസർമാരെ തൂക്കിയേ തീരൂ. ഇത് പുതിയ ഇന്ത്യയാണ്. പുതിയ ഇന്ത്യ ഇങ്ങനെയാണ് തീവ്രവാദത്തോടും ഭീകരവാദികളോടും സന്ധിയില്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നതിൽ നമ്മളും ഉണ്ടാകും കൈകോർത്ത് മുന്നോട്ട്. നന്ദി.